നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ സർഗാത്മ ചൈതന്യമേ നിന്റെ മുൻപിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ ചിന്മയ രൂപ ചിരം ജീവാ ഭൂമിയിലാളിവാനിൽ വിരിയുമ്പോൾ പൂവുകൾ പുഞ്ചിരി പൊഴിയുമ്പോൾ ജീവസന്ധായക നമിക്കുന്നു കഴിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയ രൂപ ചിരം ജീവാ. നമ്മുടെ ആദരണീയനായ മന്ത്രി എത്തിച്ചേർന്നു. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ 134 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ ഒന്ന് വീതം പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്ത് ഒരു വാർഡില് അദ്ദേഹം നേരിട്ട് വന്ന് ഗ്രാമസഭ നടത്തുന്നു. ഈ ഗ്രാമസഭ നടത്തുവാൻ എന്തിനാണ് ഒരു മന്ത്രി എത്തിച്ചേരുന്നത് എന്ന് പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുകയാണ്. പഞ്ചായത്തിന്റെ സമൂഹത്തിന്റെ വികസനത്തിലും അതുപോലെയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലും പങ്കാളികൾ മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗ്രാമസഭയിലും പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടു പ്രാവശ്യം മാറ്റിവെച്ചപ്പോഴും ഇന്നലെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത്
അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ പി ഉസ്മാൻ, ഏറ്റവും ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ പ്രിയപ്പെട്ട കോവിൽമല രാജാവ് ശ്രീ രാജൻ രാജമന്നാൻ, പഞ്ചായത്ത് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കോവിൽമല രാജാവ് രാജൻ രാജമന്ന, പ്രിയപ്പെട്ട കെ എം ഷുക്കൂർ, പി ഡി ജോസഫ്, പ്രിയപ്പെട്ട ജോണി, ആശാപ്രവർത്തകരെ, മുതിർന്ന പൗരന്മാരെ, വിഭിന്ന ശേഷിയുള്ളവരെ, കുട്ടികളെ, അവർക്ക് പറയാനുള്ളത് പറഞ്ഞ് അവരുടെ കാര്യം കൂടി വികസന രേഖയിൽ ഉൾപ്പെടുമ്പോൾ മാത്രമാണ് ആ പ്രദേശം വികസിച്ചു എന്ന് പറയാൻ പറ്റുക. ബഹുമാന്യനായ മന്ത്രി ഗ്രാമയാത്രയിലൂടെ ഇവിടെ എത്തി ഈ മനോഹരമായ കുന്നിൻ പുറത്തല് ചെരിവുകളിൽ അമ്മമാർ, സഹോദരിമാർ, ജ്യേഷ്ഠന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ ഇരിക്കുന്നത് കാണുമ്പോൾ, വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യ മനസ്സാക്ഷിയുള്ളവർക്ക് സന്തോഷവും അവർക്ക് നൽകുകയാണ്. രാജാവ്, ഇവിടെ ചേർന്നിട്ടുള്ള ഷുക്കൂർ സാഹിബ്, ഇവിടെ ഈ വാർഡിന്റെ മെമ്പർ ജിമോൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, സഹോദരി, ഈ ചടങ്ങിനെ ധന്യമാക്കിക്കൊണ്ട് കേരളീയ സമൂഹത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, നമ്മുടെ മുമ്പാകെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എൻ കെ മണിറാവു, ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഇടയിൽ നടക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത് തികച്ചും ജനകീയമാണ്, അല്ലെങ്കിൽ അത് പാവപ്പെട്ടവൻ പ്രശ്നമാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യത്വപരമായ സമീപനത്തോടെ അതിനെ സമീപിക്കുന്ന ഒരു മന്ത്രി. എന്താണ് ഗ്രാമസഭയിൽ പങ്കാളിത്തം കുറയുന്നത് എന്ന് ചിന്തിക്കുന്നതിനു വേണ്ടി ഒരു വിശേഷാൽ ഗ്രാമസഭ നടത്താനുള്ള ആ 5 ഗ്രാമസഭകളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ വിശേഷാൽ ഗ്രാമസഭയിൽ ഇവിടെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എം ടി തോമസ് അവർ, നമ്മുടെ സ്നേഹം നിറഞ്ഞ ജില്ലാ കലക്ടർ ശ്രീ ടി ഭാസ്കരൻ IAS അവർ,
പഞ്ചായത്തിന്റെ 1-ാം വാർഡ് സീരീസ് മെമ്പറാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ ഇവിടെ ഈ വട്ടമേട് ഭാഗത്ത് ഒത്തിരി കാരണവന്മാരുണ്ട്. ഇവിടെ ആശുപത്രിയിൽ പോകണമെങ്കിൽ 15ഓളം കിലോമീറ്റർ താണ്ടി വേണം ആശുപത്രിയിൽ പോകാനായിട്ട്. കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ട് പറയാനുള്ളത്. അത് എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് വട്ടമേട് ചെമ്പാപ്പാറ ഭാഗങ്ങളില് കുടിവെള്ളം തീരെ റോഡിന്റെ പണി അത്യാവശ്യമായിട്ട് പൂർത്തിയാക്കി തരണമെന്ന് ആവശ്യിക്കുന്നു. മണിയാറൻകുടി റോഡ് ഒരു ഓട്ടോ പോലും പോകില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞങ്ങൾ മണിയാറൻകുടി വട്ടമേട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള ആദിവാസികളുടെ കുട്ടികൾ ഡിഗ്രി തരണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ലക്ഷംകാവിലെ ആശുപത്രിയിൽ സ്ഥിരം കൊണ്ടുപോകേണ്ട ഒരു ഗതികേടായി എന്നാണ്. ഇവിടുന്ന് സ്കൂളിലേക്ക് പിള്ളേർക്ക് പോകാൻ ഭയങ്കര ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഫോറസ്റ്റ് ഭൂമിയും റവന്യൂ ഭൂമിയും തിരിച്ചുകൊണ്ടുപോലെ എന്തെങ്കിലും ജോലി, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വയം തൊഴിലിനെ സഹായിച്ച് സർക്കാർ കൊടുക്കണമെന്ന് പ്രാബല്യത്തിൽ വളരെ തുച്ഛമായ വിരോധമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയങ്ങൾ മാത്രം അവതരിപ്പിച്ച് പാപ്പ പോരാ, പ്രാബല്യത്തിൽ കൂടി വരുത്തണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടാനില്ല. എന്നോട് വരെ മറ്റുള്ളതാണ് പറയുന്നത്. വേറെ കുഞ്ഞുകൊണ്ട് കിലോമീറ്ററിൽ കുഞ്ഞുകൊണ്ട് അതിന് ചികിത്സ സഹായം വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കഴിയുമ്പോൾ കോട്ടയത്തിന് പോകണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ജാതി പൈസയും നിർവഹിക്കാനില്ല. അത് രാത്രി ഉറക്കത്തിന്റെ സമയത്തും കുറെ ഒടിഞ്ഞുകാടി ഇപ്പോൾ താമസിക്കാനായിട്ട് എനിക്ക് മക്കളും എനിക്ക് ആരും തന്നെ ഇല്ല. എന്റെ ബന്ധുമിത്രാദികൾ ഇവിടെ ആരും തന്നെ ഇല്ല. ഞങ്ങളെ കുടിവെള്ളത്തിന്റെ കാര്യം പരിഗണിക്കുകയോ ഞങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. ചെന്ന് ചോദിക്കുമ്പോഴെല്ലാം ആരാണ് താഴ്മയുടെ അപേക്ഷിച്ചു കൊള്ളുന്നു. മന്ത്രിക്ക് അപേക്ഷയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ റേഷൻ കാർഡ് ആ കാലഘട്ടം വരെ നീണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യം ചെയ്തു. ഇവിടെ മുൻപ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഗ്രാമസഭയിൽ നിന്നും വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ 5 ഗ്രാമസഭയിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്രോഡീകരിച്ച ഒരു രേഖ വായിക്കുന്നില്ല. അവർക്ക് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ 5 പേരുണ്ട്. അതില് ആദിവാസികൾക്ക് വീട് കൊടുത്തിരിക്കുന്നതില് ഇനിയും പൂർത്തീകരിക്കാത്ത ധാരാളം വീടുകളുണ്ട്. IRI അതുപോലെ EMS അടക്കമുള്ള പദ്ധതികൾ വരുമ്പോ കൈവശരേഖ ഇല്ല എന്ന കാരണത്താൽ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയെ ഈ റിപ്പോർട്ട് ഞാൻ കൈമാറുന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അതില് വേറെ നിർദ്ദേശങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങൾ ഒരാവശ്യമാണ് മന്ത്രിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. അത് ഓരോ സ്കൂളിൽ വിടുന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ റോഡുകൾ സുരക്ഷിതമല്ല. അതിനാൽ ഓരോ പോലീസ് ഹെഡ് പോസ്റ്റിനെ ഓരോ സ്കൂളിന് മുമ്പിലും സ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചത് കൊള്ളുന്നു. സ്പോർട്സ് കോംപ്ലക്സിനും നീന്തൽക്കുളത്തിനും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്.
11ാം വാർഡ് അമരാവതി രാജൻ കരുവരിക്കുടി, 13ാം വാർഡ് സിസിലി മോനിച്ചൻ വാലത്ത്, 14ാം വാർഡ് കുഞ്ഞുമോൻ രാജപ്പൻ സുഭദ്ര. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി നേരും. സിസിലി മോനിച്ചൻ വാലത്ത്, സുഹറ സുധാകരൻ പ്രാവളി, വിജയമ്മ പവിത്രൻ തോട്ടുപുറത്ത്. തിരിച്ചറിവ് നമുക്കുണ്ട്. എങ്കിലും രാവിലെ ഈ ഗ്രാമസഭയിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്ത എല്ലാവരെയും പ്രത്യേകിച്ച് മൊത്തം ഊരുകളുടെ രാജാവ് രാജമന്ന അവരുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ വിശേഷാൽ ഗ്രാമസഭ ഇവിടെ അവസാനിക്കുകയാണ്. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരലേ, ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചു വാഴത്തോപ്പി കൊന്നവ പൊന്മഴകേ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരലേ, തെയ്യെന്നും തെയ്യെന്നും താളത്തിലാടുന്ന നിന്നിളം നെയ്യാതെ, കൊയ്യുന്ന കൊയ്ത്തറിവാളിന്നു കിളി കൂട്ടുന്ന പാട്ടുപാട്, അത്താണും മാമന വെട്ടി വയലാക്കി 1000 വിത്തെറിഞ്ഞേ. അക്കാര്യം നിന്റെ മനപ്പാട്ടിന്റെ ഈണമാണെങ്കിലേ, പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുത്തേ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വണിയാറൻകുടി 1ാം വാർഡിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ജയ